വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ അവള് മാരേജിന് വരുന്നില്ലേ? എന്താ ഫോൺ എടുക്കാത്തെ? ലച്ചു, നീ ഇവിടെ ഫോണിൽ കളിച്ചു നിൽക്കാണോ? ടൈം എന്തായിന്ന് അറിയോ നിനക്ക്? ഇനി പണിയൊക്കെ കഴിഞ്ഞ് എല്ലാരും കൂടെ മാറ്റി എപ്പോ പോവാനാ ഫംഗ്ഷന്? എന്നെ വന്നൊന്ന് സഹായിക്കാൻ. അതില്ല, ഫോണിൽ കൊത്തിയിരിക്കുക. അമ്മേ, അത് പിന്നെ ഞാൻ കാർത്തനെ വിളിക്കുകയായിരുന്നേ. അവളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നേ. അപ്പൊ എനിക്ക് ഒരു കൂട്ടാവുമല്ലോ. ഇത്ര സമയമോ വിളിക്കാന്? നീ എപ്പോ കുത്തിരിക്കുന്നുണ്ട് ഇവിടെ? ഇനിയിപ്പോ പാറൂസ് എങ്ങോട്ട് പോയാവോ? പാറു, പാറു, ലച്ചു, നീ ഇനി അവിടെ എണീറ്റില്ലല്ലോ. വേഗം പോയ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്ക്. അമ്മേ, അത് പിന്നെ എനിക്ക് അയൺ ചെയ്യാനൊക്കെ ഉള്ളതാ. അത് കഴിഞ്ഞിട്ട് അയൺ ചെയ്താ മതി. നീ 100 കൂട്ടം പണിയുണ്ട്. അതിന്റെ ഇടയിൽ അവള് വന്നൊന്ന് സഹായിക്കുക. 24 മണിക്കൂറും ഫോണിലാ. വേഗം പോയി കഴുകി വെക്ക്. എന്റെ ഈശ്വര, എന്ത് പറയാനാ ഞാന്? പാറു, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ടമ്മേ, ഞാനെത്തി. പാറു, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ കളിക്കാൻ ഇറങ്ങരുതെന്ന്. അമ്മ വിളിച്ചപ്പോ ഞാൻ വന്നല്ലോ. ഞാൻ തന്നെ വിളിക്കാൻ നിൽക്കണ്ടേ? എനിക്ക് എത്ര പണിയുണ്ട് ഇവിടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫംഗ്ഷന് പോകാൻ കഴിയത്തുള്ളൂ. സമയം 11 മണിയാവാനായി. വേഗം പോയി കുളിക്ക്. അവരൊക്കെ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നെ കൂട്ടാതെയോ? ലച്ചേച്ചിയൊക്കെ മാറ്റിയോ? വേഗം വന്നേ, അമ്മ കുളിപ്പിച്ചു തരാം. ലച്ചേച്ചി, ദേവേച്ചി. അപ്പൊ അമ്മ എന്നെ പറ്റിച്ചതാണോ? ലച്ചു ചേച്ചി ആണെങ്കിൽ ഫോണിൽ കളിച്ചിരിക്കുന്നത്. ഇപ്പൊ ശരിയാക്കി തരാറുണ്ടാക്കും. ചേച്ചി, പറ. അല്ല ചേച്ചി, കല്യാണത്തിന് പോണ്ടേ? ഞാനൊന്നുമില്ല. അതെന്താ? അത് പിന്നെ ഞാൻ കാത്തുണ്ടാവുന്ന കരുതി. അവളില്ല. എനിക്ക് കമ്പനിക്ക് ആരുണ്ടാവത്തില്ല. അമ്മേ, അമ്മേ, എന്തിനാണ് നീ വിളിച്ചു പോകുന്നേ? എന്താ എന്റെ പാറു, ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ. എന്താ നിനക്ക് വേണ്ടേ? അമ്മ എന്തിനാ എന്നെ വിളിച്ചേ? ഞാൻ മര്യാദക്ക് കളിക്കില്ലായിരുന്നോ? പിന്നെ നിനക്ക് കല്യാണത്തിന് പോരണ്ടേ? ലച്ചു ചേച്ചി ഒന്നും പോരുന്നില്ല. ദേവേച്ചി ദാ ഉറങ്ങുന്നു. ലച്ചു ചേച്ചി ഫോൺ മലും. ദേവോ, അയ്യോ, ചെറുതായി ചൂടുണ്ടല്ലോ. ദേവോ മോളെ, എണീക്ക്. അമ്മ, എനിക്ക് വയ്യ. ഞാനൊന്ന് അച്ഛനെ വിളിച്ചു നോക്കട്ടെ. അല്ല ലച്ചു, നീ കല്യാണത്തിന് പോരുന്നില്ലേ? നിന്നോട് പാത്രം കഴുകാൻ പറഞ്ഞിട്ട് നീ കഴുകിയോ? അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്ന് വിളിച്ചതല്ലേ, പോവാതിരിക്കാൻ വയ്യ. ഞാനും പാറൂസും നന്ദൂട്ടനും കൂടെ പോവാ. പിന്നെ അമ്മ കഞ്ഞി വെക്കാം. നീ ദേവനെ എടുത്തു കൊടുക്കണേ. ശരി അമ്മേ. അവരൊന്നും ഇല്ലാതെ ഞാൻ വരൂല. എടി പെണ്ണി, പാത്രവും ചിന്നിയും ഒക്കെ ഉണ്ട്. നീ വന്നേ, അമ്മ കുളിപ്പിച്ച് മാറ്റി തരാം. വേണ്ട, ഞാൻ കുളിച്ചോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. സ്കൂളില്ലാത്ത ടൈമിനാണ് നിന്നെ ഞാൻ കുളിപ്പിക്കുന്നേ. അല്ലാത്ത ദിവസം നീ കാക്കക്കൂടി കുളിച്ച് വേഗം എത്തുമല്ലോ. വേഗം വാ. ദേവു മോളെ, അമ്മ വന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാട്ടോ. പിന്നെ കഞ്ഞിയൊക്കെ കുടിക്കണേ. ദേവു, നിനക്ക് വെള്ളം എന്തെങ്കിലും വേണോ? വേണ്ടേച്ചി. എന്നാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണട്ടോ. സീതേ, അല്ല സീതേ, നീ ഇനിയും മാറ്റിയില്ലേ? ഇപ്പൊ മാറ്റാ, ഒരു 5 മിനിറ്റ്. ദേവുന് ചെറുതായി ചൂടുണ്ട്. അപ്പൊ അവള് പോരുന്നില്ല. അവക്കുള്ള കഞ്ഞി ഉണ്ടാക്കി വെക്കായിരുന്നു. അല്ല, അവൾ ഒറ്റക്കാക്കിയിട്ടാണോ നമ്മൾ പോകുന്നേ? എന്റെ കൃഷ്ണേട്ടാ, അങ്ങനെ ഞാൻ ചെയ്യൂ? ലച്ചു പോരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവക്കും ദേവനുള്ള ഭക്ഷണം ഉണ്ടാക്കായിരുന്നു ഞാൻ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണോടേ? വന്നിട്ട് നോക്കാം, കുറവില്ലെങ്കിൽ നമുക്ക് പോവാം. അല്ല, എന്നിട്ട് പാറൂസും നന്ദു എന്തേ? അവര് മാറ്റുന്നുണ്ട്. ഞാൻ വേഗം പോയി സാരി എടുത്തു വരാം. ശരി, വേഗം നോക്ക്.